ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം. പ്രോക്സിമ സെഞ്ചുറി, സിറിയസ്, യുവൈസ് കുട്ടി, ബീറ്റൽഗേസ്. എന്താണ് ശരി ഉത്തരം? സിറിയസ്. ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് സിറിയസ്. പയ്യാമ്പലം ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഇടുക്കി, കൊല്ലം, കാസർഗോഡ്, കണ്ണൂർ. എന്താണ് ആൻസർ വരിക? കണ്ണൂർ. പയ്യാമ്പലം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏത്? ജീവകം സി, ജീവകം എ, ജീവകം ഡി, ജീവകം കെ. ഉത്തരമായിട്ട് വരുന്നത് ജീവകം സി. ജലത്തിൽ ലയിക്കുന്ന ജീവകം സി ആണ്. എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏത്? ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. ഇതൊന്നുമല്ല. ആഗ്നേയശില. ശിലകളുടെ മാതാവ് ആഗ്നേയശില. ജാതിക്കുമ്മി ആരുടെ രചനയാണ്? വി.ടി. ഭട്ടതിരിപ്പാട്, ശ്രീനാരായണ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി, പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. കാസിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ആന, കടുവ, സിംഹം. കാസിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്? ബംഗളൂരു, തുമ്പ, ശ്രീഹരിക്കോട്ട, ഹസൻ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ശ്രീഹരിക്കോട്ട. പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനാണ്. PaBHNO. ഇങ്ങനെ പഠിച്ചാൽ മതി. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഭൂമിയിൽ ഓക്സിജൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്? ആർ. സുകുമാരൻ, TV ചന്ദ്രൻ, ഷാജി N. കരുൺ, അടൂർ ഗോപാലകൃഷ്ണൻ. ആർ. സുകുമാരനാണ് യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത്? കരൾ, ഹൃദയം, വൃക്ക, ശ്വാസകോശം. വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം. റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന ഭക്ഷണം? പാൽ, മുട്ട, പയർ, കടല. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മുട്ട. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ച വർഷം? 1980, 1982, 1984, 1986. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1984. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം? പരുത്തി, തെങ്ങ്, പ്ലാവ്, മാവ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം തെങ്ങാണ്. തെങ്ങ് എന്നതാണ് ഉത്തരം. കൊറോണ കാലത്ത് കുടുങ്ങിപ്പോയ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര്? എ. ഓപ്പറേഷൻ സമുദ്രസേതു, ഓപ്പറേഷൻ വന്ദേമാതരം, ഓപ്പറേഷൻ സിന്ധുരക്ഷക്, ഓപ്പറേഷൻ സമുദ്രരക്ഷ. ഉത്തരം ഓപ്പറേഷൻ സമുദ്രസേതു. ബോസ്റ്റൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഹൈദരാബാദ്, അഹമ്മദാബാദ്, ജംഷഡ്പൂർ, കൊൽക്കത്ത. ഉത്തരമായിട്ട് വരുന്നത് അഹമ്മദാബാദ്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്? ജയ്പൂർ, നാഗ്പൂർ, ഉദയ്പൂർ, ജോധ്പൂർ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂരാണ്. ലോകത്ത് അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ നഗരമേത്? മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം, കാസർഗോഡ്. മലപ്പുറം ജില്ലയാണ് അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി? പമ്പ, പെരിയാർ, ചാലിയാർ, പാമ്പാർ. പാമ്പാറാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി. വാൽമീകി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്, ഹരിയാന, ബംഗാൾ, ബീഹാർ. വാൽമീകി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ. കേരളത്തിലെ ഏറ്റവും വലിയ ഊർജ ഉൽപ്പാദനം ഏത്? പെട്രോളിയം, ജലവൈദ്യുതി, കൽക്കരി, ആണവോർജം. ഉത്തരം ജലവൈദ്യുതി.
മായന്നൂർ പാലം കേരളത്തിലെ ഏതൊക്കെ ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്? മലപ്പുറം പാലക്കാട്, തൃശ്ശൂർ മലപ്പുറം, തൃശ്ശൂർ പാലക്കാട്, തൃശ്ശൂർ ഇടുക്കി. മായന്നൂർ പാലം തൃശ്ശൂർ പാലക്കാട് ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്. കറുത്തീയം എന്നറിയപ്പെടുന്ന ലോഹമേത്? ലെഡ്, ടിന്ന്, സിങ്ക്, കോപ്പർ. കറുത്തീയം എന്നറിയപ്പെടുന്നത് ലെഡ്. ബീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഗ്ബി, ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദമാണ് ബീമർ. പോർച്ചുഗീസുകാർ തോമസ് കോട്ട നിർമ്മിച്ച ജില്ല? കാസർഗോഡ്, തൃശ്ശൂർ, എറണാകുളം, കൊല്ലം. പോർച്ചുഗീസുകാർ തോമസ് കോട്ട നിർമ്മിച്ച ജില്ല കൊല്ലമാണ്. ചുവടെ നൽകിയിട്ടുള്ളതിൽ ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ? സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, എം.എസ്. ധോണി, രാഹുൽ ദ്രാവിഡ്. സച്ചിൻ ടെണ്ടുൽക്കറാണ് ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്ന ജില്ല? കണ്ണൂർ, മലപ്പുറം, കോട്ടയം, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്നത്. അപ്പോൾ ഉത്തരം കോഴിക്കോട്. വിമോചന സമരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ, ഐ.കെ. കുമാരൻ മാസ്റ്റർ, മന്നത്ത് പത്മനാഭൻ, പറവൂർ ടി.കെ. നാരായണപിള്ള. ഉത്തരം പനമ്പിള്ളി ഗോവിന്ദമേനോൻ. വിമോചന സമരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഹൈറേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത്? നേര്യമംഗലം, കോതമംഗലം, ബ്രഹ്മപുരം, പനങ്ങാട്. കോതമംഗലമാണ് ഹൈറേഞ്ചിൻ്റെ കവാടം എന്ന് അറിയപ്പെടുന്നത്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചങ്ങനാശ്ശേരി, മന്നാനം, വെള്ളൂർ, ഉഴവൂർ. ഓപ്ഷൻ സി ആണ് ഉത്തരം, വെള്ളൂർ.